നാളെ ഞായറാഴ്ചയാണ്. എല്ലാവരും പള്ളിയിലൊക്കെ പോകാനുള്ള തിരക്കും പിന്നെ വീട്ടിൽ നല്ല നല്ല കറികളൊക്കെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കങ്ങളൊക്കെ ആയിരിക്കും. എനിക്കും ആഗ്രഹമുണ്ട് നാട്ടിലൊക്കെ വരണമെന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ നിയമങ്ങളനുസരിച്ചിട്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു എന്തു പറയാനാ, ഇവിടെ വന്നതിന് ശേഷം നാട്ടിലേക്ക് വരണമെങ്കിൽ റെസിഡൻസ് കാർഡൊക്കെ പുതുക്കാൻ കൊടുക്കണം. അങ്ങനെ ഞാൻ പുതുക്കാൻ കൊടുത്തിട്ട് ഇതിപ്പോൾ കിട്ടാൻ ഇച്ചിരി ലേറ്റാവുന്നുണ്ട്. നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീടെടുക്കുന്നതുകൊണ്ട് എനിക്കൊരാഗ്രഹമുണ്ട്. ആ വീട് എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. ആ വീട് ഇതേപോലെയൊക്കെ നല്ല രീതിയിൽ, ഒരിക്കലും ഇവിടുത്തെ ആൾക്കാരൊന്നും വീട്ടിൻ്റെ മുറ്റത്തൊന്നും വലിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടൊന്നുമല്ല അവർ ഇത് ചെയ്യുന്നത്. അവിടെ എപ്പോഴും ഈ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചത്, ഇതേപോലെയൊക്കെ പുല്ല് വെച്ചൊക്കെ പിടിപ്പിച്ച് ആ വീട്ടിൻ്റെ മുറ്റമൊക്കെ കാണാൻ പറ്റും. ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അല്ലാതെ അതിൻ്റെ 4 ചുറ്റും പോയി കോൺക്രീറ്റ് ചെയ്തൊക്കെ അവിടുത്തെ ആ ഒരു ഭംഗി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർ ഇതുപോലെയൊക്കെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കും. ഉണ്ടോ? നമ്മളെ നാട്ടിലൊക്കെയാണ് എല്ലാം കോൺക്രീറ്റ് ചെയ്ത് ടൈൽസൊക്കെ ഒട്ടിച്ച് അതൊരു വല്ലാത്തൊരവസ്ഥയാക്കി വയ്ക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഇവർ നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്താലും ഈ വെള്ളം തങ്ങി നിന്നുകൊണ്ട് ഈ മരങ്ങളും ഇവിടുത്തെ ആവാസ വ്യവസ്ഥ, നമ്മളെ ജിയോഗ്രഫിക്കലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രത്യേകതരം ഐഡിയകളൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് നമുക്കിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ പക്ഷികളും കുറേ മൃഗങ്ങൾ, പിന്നെ കുറേ ഇതിൻ്റെയൊക്കെ പേരുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പേരുകളൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ മാനുകളെ പോലത്തെ കുറേ മൃഗങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വന്നിട്ടൊക്കെ പോകും. ഇപ്പോൾ ചൂട് കാരണമാണ് ആരും പുറത്തോട്ടൊന്നും വരാത്തത്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ കണ്ടു 2-3 ഡ്രൈവിങ് കാറിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൻ്റെ നാട്ടിലുള്ള ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി നല്ല വലിയ ഹൈറ്റൊന്നും ഇല്ലാതെ, ഇതുപോലത്തെ ചെറിയ ഇതൊക്കെ വലിയ ഹൈറ്റ് ചെറിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാലേ നമുക്കും ഒരു തണലായി, നമ്മുടെ നാടിനും ഒരു തണൽ.